നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. യാത്രകൾക്കും മറ്റുമൊക്കെ പോകുമ്പോൾ മിക്കവാറും പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു ശീലം പലർക്കുമുണ്ട്. ചിലരാകട്ടെ ഈ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ കളയാതെ സൂക്ഷിച്ചു വെക്കുകയും വീണ്ടും അതിൽ വെള്ളമൊഴിച്ച് കുടിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്നും വെള്ളം കുടിക്കുന്നത് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ രക്തപ്രവാഹത്തിലെത്തി രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണം ആകും എന്നാണ് പുതിയ പഠനം പറയുന്നത്. മനുഷ്യരുടെ ആരോഗ്യത്തിന് അത്യന്തം അപകടകരമായ ചെറു പ്ലാസ്റ്റിക് കണികകളായ മൈക്രോ പ്ലാസ്റ്റിക്സ് ഹൃദ്രോഗം, ഹോർമോൺ ഇംബാലൻസ്, ക്യാൻസർ സാധ്യത ഇവയൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. പ്ലാസ്റ്റിക് കുപ്പികളിൽ പാനീയങ്ങൾ കുടിക്കുന്നതിലൂടെ ആഴ്ചയിൽ 5 ഗ്രാം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യരുടെ ഉള്ളിൽ പോകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പൈപ്പ് വെള്ളം തിളപ്പിക്കുന്നതിലൂടെയും ഫിൽറ്റർ ചെയ്യുന്നതിലൂടെയും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെയും നാനോ പ്ലാസ്റ്റിക്കിൻ്റെയും സാന്നിധ്യം ഏകദേശം 90% വരെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഈ പഠനം പറയുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഉപ്പിലും പഞ്ചസാരയിലും ഒക്കെ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് ഇൻ സോൾട്ട് ആൻഡ് ഷുഗർ എന്ന റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ അവയുടെ സാന്നിധ്യം പരിശോധിക്കാൻ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ നടത്താവുന്ന ഒരു പരിശോധനയാണ് സാന്ദ്രത പരിശോധിക്കുക എന്നൊരു രീതി. അതിനായിട്ട് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോൺ സിറപ്പ് അല്ലെങ്കിൽ തേൻ പോലുള്ള സാന്ദ്രമായ ഒരു ലിക്വിഡ് ഒരു പാത്രത്തിൽ നിറയ്ക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ അളവ് ചേർക്കുക. ഉപ്പ്, പഞ്ചസാര അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് എന്നിവയെല്ലാം ചേർക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ അവ മുകളിൽ പൊങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ പാളികളോ കൂട്ടങ്ങളോ ആയി കാണപ്പെടുകയോ ചെയ്തേക്കാം. ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഇത്തരം കൂട്ടമായോ അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുകയോ പാളികളോ ആയി കിടക്കുന്നില്ല എങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു രീതി മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചില മൈക്രോ പ്ലാസ്റ്റിക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റെന്തെങ്കിലും പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ചെയ്ത് ചിലപ്പോൾ അത് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. മറ്റൊരു മെത്തേഡാണ് കോഫി ഫിൽറ്ററുകൾ വഴി നമുക്ക് ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ദ്രാവകങ്ങളിൽ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് കോഫി ഫിൽറ്ററുകൾ അല്ലെങ്കിൽ 0.1 മൈക്രോൺ ഫിൽറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഫിൽറ്ററിലൂടെ ദ്രാവകം ഒഴിക്കുക, അതിനുശേഷം അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. മൈക്രോ പ്ലാസ്റ്റിക്സ് ചെറിയ കഷ്ണങ്ങളായി കാണപ്പെടുന്നു, എന്നാൽ ഇവ ലയിക്കാത്തതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാണപ്പെടുകയോ ചെയ്യുന്നു. എന്നാൽ വെള്ളമോ മറ്റ് പാനീയങ്ങളോ പരിശോധിക്കുന്നത് പോലെ പലപ്പോഴും കട്ടിയുള്ള ഭക്ഷണങ്ങളിൽ ഇത് ഫലപ്രദമാകണമെന്നില്ല. മറ്റൊരു രീതിയാണ് ഷെയ്ക്ക് ടെസ്റ്റ് എന്ന് പറയും. ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാരയിലെ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്താനായിട്ട് ഇത്തരം ടെസ്റ്റ് ചെയ്യാം. ഷെയ്ക്ക് ടെസ്റ്റ് നടത്താവുന്നതാണ്. അതിനായിട്ട് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ പാത്രം നല്ലതുപോലെ കുലുക്കുക. പിന്നീട് ഇത് ഇരുണ്ട പ്രതലത്തിലേക്ക് കമിഴ്ത്തുക. ഇതിൽ അസാധാരണമായ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ കണ്ടെത്തുകയാണെങ്കിൽ അത് മൈക്രോ പ്ലാസ്റ്റിക്കായി കണക്കാക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം തിരിച്ചറിയുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റെഗുലറായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് സ്ഥിരമായിട്ട് ചെല്ലുമ്പോഴോ ഒക്കെ മെറ്റബോളിക് ഡിസോർഡർ, ക്യാൻസർ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇൻഫെർട്ടിലിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഇതുപോലെ ഉപ്പ്, പഞ്ചസാര ഇവയൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുക. അതുപോലെ ഫ്രിഡ്ജിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. മൈക്രോവേവിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെക്കാതിരിക്കുക. ഇതിനായിട്ടൊക്കെ ഗ്ലാസ് ബോട്ടിൽസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.